അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സൂറത്ത് തൗബയിലെ 71-ാമത്തെ സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. والمؤمنون والمؤمنات, വിശ്വാസികളും വിശ്വാസിനികളും, ബഅലുഹും അവരിൽ ചിലർ, ഔലിയാഉ ബഅൽ മറ്റു ചിലരുടെ സഹായികളാകുന്നു, മിത്രങ്ങളാകുന്നു, പരസ്പരം മിത്രങ്ങളാകുന്നു. യഅ്മുറൂന ബിൽ മഅറൂഫി, അവർ മഅറൂഫ് ഉത്തമ കാര്യങ്ങൾ കൽപ്പിക്കുന്നു. വയൻഹൗന അനിൽ മുൻകർ, മോശമായ തെറ്റായ കാര്യങ്ങളെ തടയുകയും ചെയ്യുന്നു. വയുഖീമൂന സ്വലാഹ്, അവർ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നു. വയുതൂന സകാത്ത് നൽകുകയും. വയുതീഊന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവൻ്റെ ദൂതനെയും അവർ അനുസരിക്കുന്നു. ഉലൈക അവർ, സയർഹമുഹുമുല്ലാഹ്, അല്ലാഹു അവരോട് കരുണ ചെയ്യും, പിന്നീട് കരുണ ചെയ്യും. ഇന്നല്ലാഹ അസീസുൻ ഹക്കീം, അല്ലാഹു അജയ്യനാകുന്നു, അഭിജ്ഞനാകുന്നു, പ്രതാപശാലിയാകുന്നു, യുക്തിജ്ഞനുമാകുന്നു. അസീസ് പ്രതാപി, ഹക്കീം യുക്തിജ്ഞൻ. ഒന്നുകൂടെ അർത്ഥം പറയാം. വൽമുഅ്മിനൂന വൽമുഅ്മിനാത്തു, വിശ്വാസികളും വിശ്വാസിനികളും, ബഅലുഹും ഔലിയാഉ ബഅൽ, ചിലർ ചിലരുടെ മിത്രങ്ങളാകുന്നു, അല്ലെങ്കിൽ പരസ്പരം മിത്രങ്ങളാകുന്നു. അതാണ് കൂടുതൽ യോജിക്കുന്നത്. പരസ്പരം, അവരിൽ ചിലർ എന്ന് പറഞ്ഞാൽ അവരിൽ ചിലർ മാത്രമല്ലല്ലോ, എല്ലാവരും അങ്ങനെ തന്നെയാണ് ആവേണ്ടത്. അതാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശം. അതാണ് ഔലിയാഉ ബഅൽ. ഔലിയ വലിയ എന്നുള്ളതിൻ്റെ ബഹുവചനം ഔലിയ, മിത്രങ്ങൾ, സഹായികൾ എന്നൊക്കെ അർത്ഥം. യഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ മഅറൂഫ് കൽപ്പിക്കുന്നു, നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നു. വയൻഹൗന അനിൽ മുൻകർ, ചീത്ത കാര്യങ്ങളെ തടയുന്നു. വയുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത്, നമസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നു. വയുതീഊന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നു. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അവർ, ഉലൈക അക്കൂട്ടർ, സയർഹമുഹുമുല്ലാഹ്, അല്ലാഹു അവരോട് കരുണ ചെയ്യും. ഇന്നല്ലാഹ അസീസുൻ ഹക്കീം, അല്ലാഹു അജയ്യനും അഭിജ്ഞനുമത്രേ. അർത്ഥം നമുക്ക് വളരെ വ്യക്തമാണ്. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ സൂറത്ത് അംഫാലിൽ കാഫറുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വല്ലദീന കഫറു ബഅലുഹും ഔലിയാഉ ബഅൽ, നിഷേധികൾ പരസ്പരം സഹായിക്കുന്നവരാണ്. ഇപ്പം നമ്മൾ ഈ സൂറ ഇവിടെ കഴിഞ്ഞ പേജിൽ 67-ാമത്തെ സൂക്തത്തിൽ അൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു ബഅലുഹും മിൻ ബഅൽ, മുനാഫിക്കുകൾ, കാപട്യമുള്ളവർ പരസ്പരം സഹായിക്കുന്നവരാണ്, ഒരേ വർഗത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് ഇവിടെയും വിശ്വാസികളുടെ ഗുണം പറയുകയാണ്. കഴിഞ്ഞ 67-ാമത്തെ സൂക്തത്തിൽ മുനാഫിക്കുകളുടെ, കപടവിശ്വാസികളുടെ ലക്ഷണം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് യഅ്മുറൂന ബിൽ മുൻകരി വയൻഹൗന അനിൽ മഅറൂഫി വയഖ്ബിലൂന ഐദിയഹും, അവരെന്നും നല്ല കാര്യങ്ങൾക്ക് എതിരാണ്. ചീത്ത കാര്യം ചെയ്യുന്നതിന് വേണ്ടി, സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്നതിന് വേണ്ടി, നന്മ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും നിലപാട് സമൂഹത്തിന് ഗുണകരമായ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മുനാഫിക്കുകളുടെ നിലപാട് പരസ്പരം ശത്രുതയും പകയും വെറുപ്പും വിദ്വേഷവും സമൂഹത്തിൽ അരാജകത്വവും സമാധാനമില്ലായ്മയും
അതാണ് മുനാഫിക്കുകളുടെ നിലപാട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യഅ്മുറൂന ബിൽ മുൻകരി വയൻഹൗന അനിൽ മഅറൂഫ് എന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ തന്നെ വിശ്വാസികളുടെ ലക്ഷണം അവരുടെ ലക്ഷണത്തിന് നേരെ എതിരായിരിക്കും. യഅ്മുറൂന ബിൽ മഅറൂഫ്, മനുഷ്യന് ഗുണകരമായ, സമൂഹത്തിന് ഗുണകരമായ, സമാധാന ജീവിതത്തിന് ഉതകുന്ന ഉത്തമമായ കാര്യങ്ങളാണ് അവർ കൽപ്പിക്കുക, അവർ നിർദ്ദേശിക്കുക. വയൻഹൗന അനിൽ മുൻകർ, സമൂഹത്തിന് ദോഷകരമായ കാര്യത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നു. പിന്നെ യുഖീമൂന സ്വലാ, നമസ്കാരം നിലനിർത്തുക. നമുക്കറിയാലോ, നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവും അടിമയും തമ്മിലുള്ള ബന്ധമാണ്. അള്ളാഹുവും അവൻ്റെ അടിമയും തമ്മിലുള്ള ബന്ധമാണ്. നമസ്കാരത്തിലെ ഫാത്തിഹ നമ്മൾ ഓതുമ്പോൾ, നമ്മളത് ഉൾക്കൊണ്ട് ഓതുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനനുസരിച്ച് പ്രതികരിക്കുന്ന. തുടർന്ന് പറയുന്നത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യനും തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്ന സംഗതിയാണ്. നമ്മൾ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അത് ഓതുമ്പോൾ അത് നമ്മളെ മനസ്സിൽ വേണം. എന്തായി ഓതുന്നത്? അള്ളാഹുവിന് സർവ്വസ്തുതിയും, അള്ളാഹുവാണ് സ്തുതിക്ക് അർഹതയുള്ളവൻ. അതുകൊണ്ട് എനിക്ക് ഈ ജീവിതമേകിയ, നമസ്കരിക്കാൻ ഉദവിയേകിയ, സൗകര്യങ്ങളേകിയ അള്ളാഹുവിന് സർവ്വസ്തുതിയും എന്ന് പറയുമ്പോൾ അള്ളാഹു തആല പറയുക, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിക്കണ കണ്ടില്ലേ, എൻ്റെ അടിമ എന്നെ സ്തുതിക്കുകയാണെന്ന് പറയും. അർ-റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ എൻ്റെ വലുപ്പം, എൻ്റെ മഹത്വം എടുത്തു പറയുകയാണ്, എന്നെ പുകഴ്ത്തുകയാണ്. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും അത്രേ, മജ്ജദനി അബ്ദി, അള്ളാഹു എൻ്റെ എൻ്റെ അടിമ എൻ്റെ വലുപ്പം, എൻ്റെ മഹത്വം, എൻ്റെ മജ്ദ്, എൻ്റെ മഹിമ അതെടുത്തുദ്ധരിക്കുകയാണ്. മജ്ജദനി അബ്ദി. പിന്നെ നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ഒരു ഇടപാടാണ്. എൻ്റെ അടിമ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അപ്പോൾ അള്ളാഹ് പറയുകയാണ്, നമ്മളിത് നമസ്കാരത്തിലും അല്ലാത്ത സമയത്തൊക്കെ ഓതുമ്പോൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം തുടർന്നുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഹാദാ ലി അബ്ദി, ഇതെൻ്റെ അടിമക്ക് ആവശ്യമുള്ള സംഗതി അവൻ ചോദിക്കുകയാണ്. വലി അബ്ദി മാ സഅല, എൻ്റെ അടിമക്ക് അവൻ ചോദിച്ചത് ഞാൻ കൊടുക്കും. അതല്ലെങ്കിൽ അത് അവനുള്ളതാണ്, അവൻ ചോദിച്ചത് അവൻ്റെ ഉള്ളതാണ്. ഇത്തരത്തിൽ ഉള്ള ഒരു നമസ്കാരം ഒരു വിശ്വാസി സകലതും അള്ളാഹുവിന് സമർപ്പിക്കുകയും അള്ളാഹു തആല അവൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് നമസ്കാരം. ഇവരോ, ഈ മുനാഫിഖീങ്ങളോ, യൗതൂന സ്വലാത്ത ഇല്ലാ വഹും കുസാല, അവർ മടിയന്മാരാണ്. സൂറത്തു നിസായിലും പറഞ്ഞു. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ നമസ്കാരത്തിൻ്റെ സ്വഭാവം, നമസ്കാരത്തിന് വരും അവരുടെ സ്വഭാവം നമ്മൾ പറഞ്ഞു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നമസ്കാരം അവർ അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ടുള്ള, അത് വിശ്വാസികളുടെ ലക്ഷണം. മുനാഫിഖുകളുടെ ലക്ഷണം നേരെ മറിച്ച്. വയുത്തൂന സക്ക 67-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വയഖബിലൂന ഐദീഹും, അവർ പിശുക്കന്മാരാണ്. കയ്യ് ചുരുട്ടും. കയ്യയവില്ല എന്നാണ് നമ്മൾ പറയാം. കയ്യയവില്ല, കയ്യിന് അയവില്ല പറഞ്ഞാൽ എന്താ? പിശുക്കന്മാരാണ്. വിശ്വാസികളുടെ ലക്ഷണം വയുത്തൂന സക്ക, നമ്മൾ പറഞ്ഞ മാതിരി അവർ സമ്പത്ത് ചെലവഴിക്കും. അത് വിശ്വാസികളുടെ ലക്ഷണമാണ്. വയുത്തിഉന അല്ലാഹ വ റസൂലഹു, പിന്നെ അള്ളാഹുവിനെയും അവൻ്റെ കൽപ്പനയെയും അവൻ്റെ ദൂതനെയും അനുസരിക്കും. ഇവിടെ തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടാൻ പറഞ്ഞപ്പോൾ അവർ പിന്നോട്ടടിക്കുകയാണ്. വിശ്വാസികൾ അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടേണ്ട താമസം അവർ ആ കൽപ്പനയ്ക്ക് വിധേയരായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം അവരോട് ആവശ്യപ്പെട്ടാൽ അവരതനുസരിക്കുന്നതുമായിരിക്കും. അവരാണ് വിശ്വാസികളുടെ സ്വഭാവം. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അക്കൂട്ടർ അവരോടാണ് അല്ലാഹു തആല കരുണ ചെയ്യുക. ദുനിയാവിലും കരുണയുണ്ടാകും, പരലോകത്തും കരുണയുണ്ടാകും. ഇന്നല്ലാഹ സയർഹമു, യർഹമു എന്നുള്ളതിൻ്റെ കൂടെ സാറിന് ശേഷം എന്നാണ്. ഇനി വരുന്ന കാലം അവർക്കാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അർഹതയുണ്ടാവുക. ഈ മുനാഫിഖീങ്ങൾക്ക് അവരവിടെ മാനം കെടുകയാണ് ചെയ്തത്. മുനാഫിഖീങ്ങൾ പിൽക്കാലത്ത് മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസത്തിൽ തന്നെ മുസ്ലിം സമുദായം അവരെ വിശ്വസിക്കാതായി, മറ്റുള്ളവരുമാരെ വിശ്വസിക്കാതെ ഒറ്റപ്പെട്ടവരായി മാറുകയാണ് പിൽക്കാലത്തുണ്ടായത്.
ഇവിടെ വിശ്വാസികളോട് അള്ളാഹു കരുണ ചെയ്യുമെന്ന് പറയുമ്പോൾ ഭൗതിക ലോകത്തു തന്നെ അള്ളാഹു തആല ഇത്തരം നിലപാട് സ്വീകരിക്കുന്നവർക്ക് കാരുണ്യമേകും. പരലോകത്ത് എന്തായാലും അള്ളാഹുവിൻ്റെ കാരുണ്യം അവർക്കുള്ളതാണ്. ഇന്നല്ലാഹ അസീസുൻ ഹക്കീം, അള്ളാഹു തആല പ്രതാപിയും യുക്തിജ്ഞനും അത്രേ എന്നൊരു അർത്ഥം വന്ന് അവസാനിപ്പിക്കാം. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ്, വിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം രക്ഷകരാണ്, സഹായികളാണ്, മിത്രങ്ങളാണ്. യഅ്മുറൂന ബിൽ മഅറൂഫി, അവർ ഉത്തമ കാര്യങ്ങൾ കൽപ്പിക്കുകയും വയൻഹൗന അനിൽ മുൻകർ, ചീത്ത കാര്യങ്ങൾ തടയുകയും ചെയ്യുന്നു. വയുഖീമൂന സ്വലാ, നമസ്കാരം നിലനിർത്തണം. അത് വിശ്വാസികളുടെ ഒരു ലക്ഷണമാണ്. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൃത്യതയും സൂക്ഷ്മതയും ഉണ്ടായിരിക്കണം. അത് പള്ളിയിൽ വെച്ച് നിർവഹിക്കുകയും വേണം എന്നുള്ളതാണ്. അത് ഇഖാമത്തു സ്വലാ, അതൊരു വിഷയമായിട്ട് വേറെ പറയേണ്ടത്, നമ്മളത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. വയൂത്തൂന സക്കാ, സക്കാത്ത് നൽകുകയും ചെയ്യുന്നവരാണ് അവർ. വയുതീഊന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവൻ്റെ ദൂതനെയും അവർ അനുസരിക്കുന്നു. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അവരോടാണ് അല്ലാഹു തആല കരുണ ചെയ്യുക. ഇന്നല്ലാഹ അസീസുൻ ഹക്കീം, അല്ലാഹു യുക്തിജ്ഞനും അല്ലാഹു പ്രതാപിയും യുക്തിജ്ഞനും അത്രേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിശ്വാസികളുടെ ലക്ഷണമായി പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പരമാവധി സ്വീകരിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, വിശ്വാസികളെ ഞങ്ങളെന്നെ ഉൾപ്പെടുത്തുമാറാകണേ നാഥ. വിശ്വാസത്തോടുകൂടി, വിശ്വാസത്തിൽ കരുത്തോടുകൂടി ജീവിക്കാനുള്ള തുണയേകുമാറാകണം ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികൾക്കും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വൽഹംദു